ഹലോ മക്കളെ, അപ്പൊ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതായത് അരിതമെറ്റിക് സീക്വൻസസ്, സമാന്തര ശ്രേണികൾ എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ പൊതുവ്യത്യാസം എന്നൊക്കെ വിളിക്കും. നമ്മൾ സ്മോൾ ലെറ്റർ ഡി എന്ന ലെറ്ററിലാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ആദ്യം നമുക്ക് ഡി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 എന്നൊക്കെ പറയും. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറക്കുക, രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കൊടുക്കുക. ഇത് നമ്മൾ യൂസ് ചെയ്യപ്പോഴാണ് നമുക്ക് കോൺസിക്യൂട്ടീവ് ടേംസ് തരികയാണ്. അതായത് അടുത്തടുത്ത പദങ്ങൾ തരികയാണ്. അതായത് ശ്രേണിയൊക്കെ തരുമ്പോൾ ഇപ്പൊ 3, 7, 11 എക്സെട്ര പറഞ്ഞ ശ്രേണി തരികയാണ്. അതായത് അരിതമെറ്റിക് സീക്വൻസ് തന്നിട്ട് നമ്മളോട് ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയും. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഡി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. സെക്കൻഡ് ടേമിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7 മൈനസ് 3 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 22, 18, 14 എക്സെട്ര പറഞ്ഞൊരു സീക്വൻസ് ആണ് നമുക്ക് തന്നിക്കണേ. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം കോമൺ ഡിഫറൻസ് കാണാൻ ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കൊടുക്കുക. അതായത് 18 മൈനസ് 22 എന്ന് വരും. ഇതെന്താണ്? ഡിഫറൻസ് സൈൻ ആണ്. 18 പ്ലസും 22 മൈനസും ആണ്. ഡിഫറൻസ് സൈൻ വന്ന് നമ്മൾ എന്താ ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കും. അപ്പൊ 22 18 കുറച്ച് നമുക്ക് 4 എന്ന് കിട്ടും. വലുതിന്റെ സൈൻ ഏതാണ്? ഇവിടെ മൈനസ് ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര കിട്ടുക? -4 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോമൺ ഡിഫറൻസ് എന്തൊക്കെ ആവാം? പോസിറ്റീവും ആവാം, നെഗറ്റീവും. അടുത്തത് നമുക്ക് അടുത്തടുത്ത പദങ്ങൾ തരാതിരിക്കണം. അതായത് നമുക്ക് 6ആം പദം 48 എന്നും തന്നു, 12ആം പദം 96 തന്നു. എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയാണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയണം. അതായത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറയും. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് പദവ്യത്യാസം ഹരിക്കണം സ്ഥാന വ്യത്യാസം. അപ്പോൾ നമുക്ക് അടുത്തടുത്ത പദങ്ങൾ തരാതെ ഇരുന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. അതായത് ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് പറഞ്ഞാൽ നമുക്കിവിടെ 6th ടേം എത്ര തന്നിക്കണേ? 48 ആണ്. അതേപോലെ 12th ടേം എത്ര തന്നിക്കണേ? 96 ആണ്. അപ്പൊ ടേം ഡിഫറൻസ് ആണ് നമ്മൾ ഇതിന്ന് വലുതിന്ന് ചെറുത് കുറക്കുക. ഇവിടെ വലുത് ഏതാണ്? 96 അല്ലേ? അപ്പൊ 96 മൈനസ് 48 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ഇതിന്റെ പൊസിഷൻ ഏതൊക്കെ? ഇത് എത്രാമത്തെ പൊസിഷൻ ആണ്? 12th പൊസിഷൻ ആണ്. അതേപോലെ ഇത് എത്രാമത്തെ പൊസിഷൻ ആണ്? 6th പൊസിഷൻ ആണ്. ഇപ്പൊ പൊസിഷൻ ഡിഫറൻസ് പറഞ്ഞാൽ എന്ത് വരും? 12 മൈനസ് 6 ഈസ് ഈക്വൽ ടു 96 മൈനസ് 48 പറഞ്ഞാൽ നമുക്ക് 48 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 12 മൈനസ് 6 പറഞ്ഞാൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അതായത് 48/6 പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 80 എന്ന് കിട്ടി. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് നമുക്ക് 4th ടേം എത്ര തന്നിട്ടുണ്ട്? 35 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ 8th ടേം എത്ര തന്നിട്ടുണ്ട്? 23 എന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇക്വേഷൻ ആണ് ഡി ഈസ് ഈക്വൽ ടു എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ ഈസ് ഈക്വൽ ടു എന്ത് വരും? 35 മൈനസ് 23 ഡിവൈഡഡ് ബൈ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു വലുതിന്ന് ചെറുതെടുക്കാൻ പറഞ്ഞു. പക്ഷെ താഴെ എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് 8 - 4 എന്ന് എഴുതാൻ കഴിയില്ല. നമ്മൾ ചെയ്യുമ്പോൾ 35ന്റെ പൊസിഷൻ ഏതാണോ അതാണ് 35ന്റെ താഴെ എഴുതേണ്ടത്. അപ്പൊ നമുക്കറിയാം 35ന്റെ പൊസിഷൻ എത്രയാണ്? 4 എന്ന് വരും. അപ്പൊ 4 മൈനസ് 23ന്റെ പൊസിഷൻ എത്രയാണ്? 8 എന്ന് വരും. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 4 മൈനസ് 8 എന്ന് കിട്ടും. ഒരിക്കലും എന്ത് എടുക്കരുത്? 8 മൈനസ് 4 എന്ന് എടുക്കരുത്. അപ്പൊ നമുക്ക് എന്ത് വരും? 35 മൈനസ് 23 പറഞ്ഞാൽ 12 എന്നും കിട്ടും. ഡിവൈഡഡ് ബൈ 4 മൈനസ് 8 പറഞ്ഞാൽ എന്താ വരിക? -4 എന്ന് വരും. ഈസ് ഈക്വൽ ടു എന്താ വരിക? 12 ഡിവൈഡഡ് ബൈ -4. ഇനി നമുക്കറിയേണ്ടത് 12ന്റെ സൈൻ ഇവിടെ പ്ലസ് ആണ്, 4ന്റെ സൈന് മൈനസും ആണ്. പ്ലസും മൈനസും ഡിവൈഡ് ചെയ്ത് എന്താ ആൻസർ കിട്ടുക? നമുക്കറിയാം പ്ലസും മൈനസും ഡിവൈഡ് ചെയ്താൽ അത് എന്താവും? മൈനസിനാവും. ഇനി 12/4 പറഞ്ഞാൽ എത്ര കിട്ടും? 3 എന്നും കിട്ടും. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? ഡി ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. അടുത്തത് നമ്മൾ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉള്ളത്? നമ്മുടെ കയ്യിൽ 3ാമത്തെ പദം ഉണ്ട്. അതായത് തേർഡ് ടേം 10 എന്നുണ്ട്. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 2 എന്നുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ കയ്യിൽ തേർഡ് ടേം അല്ലത്. തേർഡ് ടേമിന് ഒരു കോമൺ ഡിഫറൻസ് കുറച്ച് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. 2 കോമൺ ഡിഫറൻസ് കുറച്ച് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ തേർഡ് ടേമിന് എത്ര കോമൺ ഡിഫറൻസ് കുറക്കണം? ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ 2 കോമൺ ഡിഫറൻസ് കുറക്കണം. അതായത് തേർഡ് ടേം നമുക്ക് എത്രയാണെന്ന് അറിയാം? 10 എന്ന് അറിയാം. മൈനസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 2 ഈസ് ഈക്വൽ ടു 10 മൈനസ് 2 ഇൻറ്റു 2 പറഞ്ഞാൽ നമുക്ക് 4 എന്ന് അറിയാം. ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ ഈ തേർഡ് ടേമും കോമൺ ഡിഫറൻസ് ഉണ്ടായപ്പോൾ നമ്മൾ എത്ര കോമൺ ഡിഫറൻസ് കുറച്ചത്? 2 കോമൺ ഡിഫറൻസ് കുറച്ചപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി. ഇനി സപ്പോസ് നമ്മുടെ കയ്യിൽ 4th ടേം 20 എന്നുണ്ട്, കോമൺ ഡിഫറൻസ് 5 എന്നുണ്ട്. ഇനി നമുക്ക് എന്ത് കാണണം?
ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കണം നമ്മളെ കയ്യിൽ എത്രാമത്തെ ടേം അല്ലത് എന്നാ. നമ്മളെ കയ്യിൽ എത്രാമത്തെ ടേം അല്ലത്? 4ാമത്തെ ടേം അല്ലത്. അപ്പൊ 4ാമത്തെ ടേം ആണെങ്കിൽ നമ്മൾ അതിന് 1 കുറച്ച് പൊതുവ്യത്യാസം കുറക്കണം. അതായത് 4ാമത്തെ ടേം ആണെങ്കിൽ 3 പൊതുവ്യത്യാസം കുറക്കണം. 10ാമത്തെ ടേം ആണ്. 10ാമത്തെ ടേം ആണെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് കുറക്കണം? 9 കോമൺ ഡിഫറൻസ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഏതൊരു ടേമും തന്നിട്ട് ഫസ്റ്റ് ടേം കാണാൻ സിമ്പിൾ ആണ്. ആ ടേമിന്ന് അതിന് 1 കുറച്ച് പൊതുവ്യത്യാസം കുറക്കുക. അതായത് 4ാമത്തെ ടേം ആണെങ്കിൽ 3 കോമൺ ഡിഫറൻസ് കുറക്കുക. ഓക്കെ, അടുത്ത നമുക്ക് 10ാമത്തെ ടേം 50 തന്നിട്ടുണ്ട്. അതേപോലെ കോമൺ ഡിഫറൻസ് 4 തന്നിട്ടുണ്ട്. അതായത് ഒരു ടേമും കോമൺ ഡിഫറൻസും തന്നിട്ട് വേറെ ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാൻ പറയാം. ഇനി സപ്പോസ് നമ്മളോട് 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറയാം. നമ്മുടെ കയ്യിൽ എന്തല്ലത്? 10ാമത്തെ ടേമും ഉണ്ട്, കോമൺ ഡിഫറൻസും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് ടേം കൂടി 19 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യൊന്നും വേണ്ട. കാരണം നമ്മുടെ കയ്യിൽ 10th ടേം ഉണ്ട്. അപ്പൊ നമുക്കറിയാം 10ാമത്തെ ടേം നമ്മുടെ കയ്യിലുണ്ട്. 10ാമത്തെ ടേം കൂടി ഒരു കോമൺ ഡിഫറൻസ് കൂട്ടി എന്ത് കിട്ടും? നമുക്ക് 11ാമത്തെ ടേം കിട്ടും. 10ാമത്തെ ടേം കൂടി 2 കോമൺ ഡിഫറൻസ് കൂട്ടി എന്ത് കിട്ടും? 12ാമത്തെ ടേം കിട്ടും. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ടേം കിട്ടാൻ 10ാമത്തെ ടേമിന്ന് നമ്മൾ നോക്കേണ്ടത് എന്താണ്? 20 ആവാൻ 10 കൂടി എത്ര കൂട്ടണം? നമുക്കറിയാം 20 ആവാൻ 10 കൂടി എത്ര കൂട്ടിയാൽ മതി? 10 കൂട്ടിയാൽ മതി. അപ്പൊ 20ാമത്തെ ടേം കാണാൻ 10ാമത്തെ ടേം കൂടി എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി? 10 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ഈസിക്കൽ ടു നമുക്ക് 10ാമത്തെ ടേം എത്ര തന്നിട്ടുണ്ട്? 15 തന്നിട്ടുണ്ട്. പ്ലസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര തന്നിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട്. ഈസിക്കൽ ടു എന്ത് വരും? 50 പ്ലസ് 10 ഇൻറ്റു 4 പറഞ്ഞാൽ 40. ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും? 90 എന്ന് കിട്ടും. അതായത് ഒരു ടേമും കോമൺ ഡിഫറൻസ് തന്നിട്ട് നമുക്ക് ഏത് ടേമും കണ്ടുപിടിക്കാം. ഇനി നമ്മളോട് പറയാണ് 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പൊ നമുക്ക് എന്താ അറിയാം? 15 എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 10ന്ന് 15 എത്ര നമ്പർ ആഡ് ചെയ്യേണ്ട? 5 അല്ല. അപ്പൊ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? നമ്മൾ 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഈസിക്കൽ ടു എന്ത് വരും? 50 പ്ലസ് 5 ഇൻറ്റു 4 ഈസിക്കൽ ടു എന്ത് വരും? 50 പ്ലസ് 20 ഈസിക്കൽ ടു 70 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ഇനി നമ്മളോട് 6ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറയാം. നമ്മുടെ കയ്യിൽ എന്തല്ലത്? 10ാമത്തെ ടേം ഉണ്ട്, അതേപോലെ കോമൺ ഡിഫറൻസും ഉണ്ട്. അതിന് എന്ത് കണ്ടുപിടിക്കണം? ഇനി 6ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പൊ 6ാമത്തെ ടേം കണ്ടുപിടിക്കാൻ 10ാമത്തെ ടേമിന്ന് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 11, 12 അങ്ങനത്തെ ടേംസ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക? കോമൺ ഡിഫറൻസ് കുറക്കണം. അതായത് 10ാമത്തെ ടേമിന്ന് ഒരു കോമൺ ഡിഫറൻസ് കുറച്ചാൽ എന്ത് കിട്ടും? 9ാമത്തെ ടേം കിട്ടും. 2 കോമൺ ഡിഫറൻസ് കുറച്ചാൽ എന്ത് കിട്ടും? 8ാമത്തെ ടേം കിട്ടും. അപ്പൊ നമുക്ക് എത്ര കോമൺ ഡിഫറൻസ് കുറച്ചാലാണ് 6ാമത്തെ ടേം കിട്ടുക? 10ന്ന് 6 കുറച്ച് എത്രയാണ്? 4 അല്ലേ? അപ്പൊ നമ്മൾ 4 കോമൺ ഡിഫറൻസ് കുറക്കണം. 10ാമത്തെ ടേം തന്നിട്ട് 6ാമത്തെ ടേം കാണാൻ എന്ത് ചെയ്യണം? 10ാമത്തെ ടേമിന്ന് 4 കോമൺ ഡിഫറൻസ് കുറക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10ാമത്തെ ടേം 50 എന്ന് അറിയാം. മൈനസ് 4 ഇൻറ്റു നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര തന്നിട്ടുണ്ട്? 4 എന്ന് തന്നിട്ടുണ്ട്. ഈസിക്കൽ ടു എന്ത് വരും? 50 മൈനസ് 4 ഇൻറ്റു 4 പറഞ്ഞാൽ 60 എന്ന് വരും. ഈസിക്കൽ ടു അപ്പൊ നമുക്ക് 50 മൈനസ് 16 എത്ര കിട്ടും? 34 എന്ന് ആൻസർ കിട്ടും. അതായത് 6th ടേം എത്ര കിട്ടി? 34 എന്ന് കിട്ടി. ഇനി നമ്മളോട് 3rd ടേം കാണാൻ പറയാണ്. അപ്പൊ നമ്മളെ കയ്യിൽ എന്തുണ്ട്? 10ാമത്തെ ടേം ഉണ്ട്. അപ്പൊ നമുക്കറിയാം 10ാമത്തെ ടേമിന് എത്ര കോമൺ ഡിഫറൻസ് കുറക്കേണ്ടി വരും? 10ന്ന് 3 കുറച്ച് എത്രയല്ലേ? 7 അല്ലേ? അപ്പൊ 7 കോമൺ ഡിഫറൻസ് കൊടുക്കണം. അതായത് 10ാമത്തെ ടേമിന് 7 കോമൺ ഡിഫറൻസ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 3ാമത്തെ ടേം കിട്ടും. അപ്പൊ ഈസിക്കൽ എന്ത് വരും? 50 മൈനസ് 7 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ഈസിക്കൽ ടു 50 മൈനസ് 28 ഈസിക്കൽ ടു നമുക്ക് എത്ര കിട്ടും? 22 എന്ന് കിട്ടും. അപ്പൊ നമുക്കൊരു ടേമും കോമൺ ഡിഫറൻസും തന്നാൽ ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് nth ടേം എന്ന് പറയും. അതായത് xn. എന്താ xn കാണാൻ ഇക്വേഷൻ? xn is equal to x1 plus n minus 1 into d. അപ്പൊ നമുക്ക് 4, 10, 16 എക്സെട്ര പറഞ്ഞ സീക്വൻസിൽ ഏതെങ്കിലും ടേംസ് കണ്ടുപിടിക്കണം. ഏത് ടേം ആയിക്കോട്ടെ. അങ്ങനത്തെ ഒരു ടേമിനെ നമ്മൾ ജനറൽ ആയി വിളിക്കുന്നതാണ് xn എന്ന് പറയും. ഇപ്പൊ സപ്പോസ് നമുക്ക് 10ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഈ സീക്വൻസിന്റെ 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞ, അതായത് 10ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കാണാൻ ഇക്വേഷൻ എന്താണ്? x1 plus n minus 1 into d. ഇവിടെ എന്നില്ലോടത്ത് എന്ത് ഇട്ട് കൊടുത്താൽ മതി? 10 ഇട്ട് കൊടുത്താൽ മതി. അതായത് x1 plus 10 minus 1 into d എന്ന് വരും. ഈസ് ഈക്വൽ ടു x1 plus 9d എന്ന് വരും. അതായത് 10th ടേം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേം കൂടി 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് 15ാമത്തെ ടേം ആണെങ്കിലോ ഫസ്റ്റ് ടേം കൂടി 14 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 10th ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം കൂടി 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അതായത് 9 പൊതു വ്യത്യാസം കൂട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ പഠിച്ചു കോമൺ ഡിഫറൻസ് കാണാൻ എന്താണ്? സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അതായത് 10 മൈനസ് 4 ഈസിക്കൽ ടു എത്ര കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും. ഇനി നേരെ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഈസിക്കൽ ടു x1 പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്നൊക്കെ പറയും. ഫസ്റ്റ് ടേം എത്ര? ഇവിടെ 4 എന്ന് വരും. പ്ലസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര കണ്ടുപിടിച്ചു? നമ്മള് 6 എന്ന് കണ്ടുപിടിച്ചു. ഈസിക്കൽ ടു എന്ത് വരും? 4 പ്ലസ് 9 ഇൻറ്റു 6 പറഞ്ഞാൽ എത്രയാണ്? 54 എന്ന് വരും. ഈസിക്കൽ ടു 54 പ്ലസ് 4 പറഞ്ഞാൽ
58 എന്ന് കിട്ടും. അതായത് ഈ സീക്വൻസിന്റെ 10th ടേം എത്ര കിട്ടി? നമുക്ക് 58 കിട്ടി. ഇതേപോലെ ഈ സീക്വൻസിന്റെ ഏത് ടേമും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം കൂടി 14 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അതായത് 15 - 1 × d 14 കോമൺ ഡിഫറൻസ് എന്ന് വരും. ഇനി 20th ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം കൂടി 19 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അതായത് നമുക്കൊരു സീക്വൻസ് തന്നിട്ട് ഏത് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഫസ്റ്റ് ടേം കൂടി ആ ടേമിൽ നിന്ന് ഒന്ന് കുറച്ച് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അതായത് നമ്മൾ ഇക്വേഷൻ പറയുന്നത് xn = x1 + n - 1 × d. ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം.